നമ്മൾ കഴിഞ്ഞ ദിവസം 13 ശ്ലോകങ്ങളാണ് കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ നമ്മൾ 14-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈ അനുവൃത്തേന്ദ്രുവം തേദ്യ കുർവന്ത്യാന്യമഹീഭൃതാം അസമ്യ ഗയശീലസ്തൈ കുർവദ്ഭി സതതം വ്യയം സഞ്ചിത സൂതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാനച്ച സതതം ചിന്തയാമാസ പാർത്ഥിവാ. യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തേന്ദ്രുവം തേദ്യ കുർവന്ത്യാന്യമഹീഭൃതാം അസമ്യഗയശീലസ്തൈ കുർവദ്ഭിः സതതം വ്യയം സഞ്ചിതസൂതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാനച്ച സതതം ചിന്തയാമാസ പാർത്ഥിവഃ. നമുക്ക് നോക്കാം. യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തേന്ദ്രുവം തേദ്യ കുർവന്ത്യാന്യമഹീഭൃതാം. നിത്യം ദിവസം തോറും പ്രസാദ ധനഭോജനൈ ബഹുമാനത്തോടും ധനം കൊണ്ടും ഭോജനങ്ങളെ കൊണ്ടും യേ മമാനുഗത എന്നെ കൊണ്ട് ഉപജീവിച്ചിരുന്നവർ തേ അദ്യ അവർ ഇപ്പോൾ അന്യമഹീഭൃതാം അന്യരാജാക്കന്മാരുടെ അന്യമഹീഭൃതാം അനുവൃത്തിയും കുർവന്തി ധ്രുവം സേവയെ ചെയ്യുന്നു. നിശ്ചയം മറ്റ് രാജാക്കന്മാരുടെ സേവയെ ചെയ്യുന്നു. ഇന്നലെ വരെ ധനം കൊണ്ടും ബഹുമാനം കൊണ്ടും ഒക്കെ എന്നെ ഉപജീവിച്ചിരുന്നവർ ഇപ്പോൾ മറ്റ് രാജാക്കന്മാരുടെ സേവനത്തെ ചെയ്യുന്നു. ബഹുമാന ധനഭോജനങ്ങൾ നിമിത്തം എന്നെ കൊണ്ട് ജീവിച്ചു പോയിരുന്നവർ ഇപ്പോൾ അന്യരാജാക്കന്മാരുടെ സേവയെ ചെയ്യുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകം. ഒരു വ്യക്തി ഇല്ലെങ്കിലും അവിടെയുള്ള മറ്റുള്ളവർ അവരുടെ ജീവിതത്തെ കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിൽ പോലും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇവിടെ ഒരാൾ വേണം എന്ന് ഈ പ്രകൃതിയിൽ ഒരാൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ആൾ ഉണ്ടായിരുന്നാലും ആ ആൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പ്രകൃതി അതിൻ്റെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരു സംശയമില്ല. നമ്മളിവിടെ ഉണ്ടായാലും നമ്മളിവിടെ ഉണ്ടായില്ലെങ്കിലും നമ്മളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവർ, നമ്മളുടെ കൂടെ ജീവിക്കുന്നവർ നമ്മളിവിടെ ഉണ്ടായപ്പോൾ ജീവിച്ചിരുന്നത് പോലെ തന്നെ അല്പമൊക്കെ വ്യത്യാസം വന്നാൽ പോലും നമ്മളുണ്ടായിരുന്നപ്പോൾ ജീവിച്ചിരുന്നത് പോലെ തന്നെ നമ്മളില്ലാതായാലും ഇവിടെ ജീവിക്കും. അതുകൊണ്ട് നമ്മളുണ്ടായി എന്നുള്ളത് കൊണ്ടും നമ്മളില്ല എന്നുള്ളത് കൊണ്ടും ഈ പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും സംഭവിക്കാനില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ഈ ആത്മാവ് ഈശ്വരാനുഗ്രഹത്താൽ ഈ ശരീരത്തിലേക്ക് വന്നപ്പോൾ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്ത് സച്ചിന്തകളിലൂടെ മുക്തിപ്രദമാകുന്നതിനുള്ളൊരു വാഹനം മാത്രമാണ് ഈ ശരീരമെന്നും ഇതിനെ ചുറ്റുപാടും ഉള്ളവരൊക്കെ നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുകയും നമ്മൾ നമ്മുടെ ധർമ്മത്തെ നിർവഹിക്കുക മാത്രമേ ഉള്ളൂ, അതിൽ ആശ്രയഭാവമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഓരോ വ്യക്തിയിലും വേണ്ടത്. നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ നടന്നു പോകേണ്ടതെല്ലാം നടക്കും. നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കളൊക്കെ വളരും, നമ്മളില്ലെങ്കിലും നമ്മുടെ മക്കൾക്കൊക്കെ ജോലി കിട്ടും, നമ്മളില്ലെങ്കിലും നമ്മുടെ ഭാര്യയും ഒക്കെ ജീവിക്കും, നമ്മുടെ അമ്മയും ജീവിക്കും, നമ്മുടെ അച്ഛനും ജീവിക്കും, നമ്മുടെ സഹോദരങ്ങളും ജീവിക്കും. നമ്മളൊന്നും ഇതിൽ ബാധകമല്ല. നമ്മളുള്ളപ്പോൾ നമ്മളോടൊപ്പം ജീവിക്കും, നമ്മളില്ലെങ്കിൽ എങ്ങനെ? അന്യമഹീ ജനം മറ്റ് ജനങ്ങളോടൊപ്പം ജീവിക്കും. അന്യമഹീഭൃതാം അന്യരാജാക്കന്മാരോടൊപ്പം ജീവിക്കും, അല്ലെങ്കിൽ മറ്റ് ആളുകളോടൊപ്പം ജീവിക്കും. അത്രയേ ഉള്ളൂ. യേ മമാനുഗതാ നിത്യം പ്രസാദധനഭോജനൈഃ അനുവൃത്തേന്ദ്രുവം തേദ്യ കുർവന്ത്യാന്യമഹീഭൃതാം. യേ മമാനുഗതാ നിത്യം
പ്രസാദധനഭോജനൈഃ അനുവൃത്തേന്ദ്രുവം തേദ്യ കുർവന്ത്യാന്യമഹീവൃതാം. നിത്യം ദിവസം തോറും പ്രസാദ ധനഭോജനൈ ബഹുമാനങ്ങൾ, ധനം, ഭോജനം കൊണ്ട് മമാനുഗത ഏതൊരുത്തർ അല്ലെങ്കിൽ യാവചലർ മമാനുഗത എന്നെ കൊണ്ട് അനുഗത ഉപജീവിച്ചിരുന്നവോ തതത്തെ ആദ്യ അവർ ഇപ്പോൾ അന്യമഹീവ്രതാം അന്യ രാജാക്കന്മാരുടെ അനുവൃത്തിയും കുറുവന്തി ധ്രുവം സേവയെ ചെയ്യുന്നു. നിശ്ചയം. അപ്പോൾ നമ്മളില്ലെങ്കിലും അവർ ജീവിച്ചു. ഇവിടെ സുരഥ മഹാരാജാവ് ഇല്ലാതെ വന്നപ്പോൾ അവർ അവരെ കൊണ്ട് ജീവിക്കുകയാണ് എന്ന് സുരഥ മഹാരാജാവ് ചിന്തിക്കുകയാണ്. പിന്നെയോ അസമ്യഗയവയശീലസ്തൈ കുർവദ്ഭി സതതം വയം സഞ്ചിതസൂതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാന്യച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. അസമ്യഗയശീലസ്തൈ കുർവദ്ഭി സതതം വയം സഞ്ചിതസൂതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാനച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. അതിദുഃഖേന സഞ്ചിത വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കപ്പെട്ട സകോശ എൻ്റെ ഭണ്ഡാരം, കോശ ഭണ്ഡാരം, ധനം. അസമ്യ ഗയശീലൈ ദുർവ്യയശീലരായി, അസമ്യ ഗയശീലൈർ ദുർവ്യയശീലരായി, സതതം വയം കുർവദ്ഭി എല്ലായ്പ്പോഴും ചെലവ് ചെയ്യുന്നവരായി, സതതം എപ്പോഴും വയം കുർവദ്ഭി ചെലവ് ചെയ്യുന്നവരായി, തൈ ക്ഷയം ഗമിഷ്യതി അവ നിമിത്തം ക്ഷയത്തെ പ്രാപിക്കും, തൈ ക്ഷയം ഗമിഷ്യതി അവർ നിമിത്തം ക്ഷയത്തെ പ്രാപിക്കും. പാർത്ഥവ സുരഥ മഹാരാജാവ് ഏതൽച്ച അന്യൽച്ച ഇങ്ങനെയും മറ്റും സതതം ചിന്തയാമാസ സതതം എപ്പോഴും ചിന്തയാമാസ വിചാരിച്ചു. അദ്ദേഹം ആശ്രമത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്, വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ധനം മറ്റുള്ളവർ ഇങ്ങനെ ആവശ്യമില്ലാതെ ചെലവ് ചെയ്ത് ആ ധനത്തെ നശിപ്പിക്കുമല്ലോ, അപ്പോൾ ഞാൻ വളരെ പ്രയത്നിച്ചുണ്ടാക്കിയെടുത്ത ധനത്തെ നശിപ്പിക്കുമല്ലോ എന്ന് രാജാവ് ചിന്തിച്ചു. ഇത് തന്നെയാണ് ഒരു ഗൃഹസ്ഥാശ്രമിയും ചിന്തിക്കുക അല്ലേ? ഞാൻ വളരെയധികം ധനം സമ്പാദിച്ചിരിക്കുന്നു, ഇപ്പോൾ എനിക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലാതെ ഞാനത് മക്കളുടെ പേർക്ക് എഴുതി കൊടുത്തു, അല്ലെങ്കിൽ ഭാര്യയുടെ പേർക്ക് എഴുതി കൊടുത്തു. ഇപ്പം എന്ത് സംഭവിച്ചു? അവർ ദുർവ്യയരാണ്, അവർ അസമ്യ ഗയശീലയരാണ്. അങ്ങനെ അവര് സതതം വ്യയമാണ്, എപ്പോഴും അവരിങ്ങനെ ആവശ്യമില്ലാതെ ചെലവ് ചെയ്ത് അത് നശിപ്പിക്കുകയാണ്. അതങ്ങനെ നശിപ്പിച്ചെല്ലാം നശിക്കുമല്ലോ എന്ന് ഗൃഹസ്ഥൻ തീരുമാനിക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ, നമ്മുടെ സാധാ ഗൃഹസ്ഥൻ ചിന്തിക്കുന്ന പോലെ ഇവിടെ സുരഥ മഹാരാജാവ് ചിന്തിച്ചു, ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ധനം, എൻ്റെ കോശം, എൻ്റെ ഭണ്ഡാരം, എൻ്റെ ഖജനാവ്, അത് വെറുതെ ദുർവ്യയമായിട്ട് മറ്റുള്ള രാജാക്കന്മാരും എൻ്റെ വൃദ്ധന്മാരും എല്ലാവരും ചേർന്ന് അത് നശിപ്പിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചു. അസമ്യഗയശീലസ്തൈ കുർവദ്ഭി സതതം വ്യയം സഞ്ചിതസൂദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാനച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. അസമ്യഗയശീലസ്തൈ കുർവദ്ഭി സതതം വ്യയം സഞ്ചിതസൂതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാനച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. അസമ്യഗയശീലസ്തൈ കുർവദ്ഭി സതതം വ്യയം സഞ്ചിതസൂതി ദുഃഖേന ക്ഷയം കോശോ ഗമിഷ്യതി ഏതച്ചാനച്ച സതതം ചിന്തയാമാസ പാർത്ഥിവ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ സമ്പാദിച്ച അതിദുഃഖേന സഞ്ചിത, വളരെ കഷ്ടപ്പെട്ട അതിദുഃഖേന സഞ്ചിത, വളരെ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സകോശ എൻ്റെ ഭണ്ഡാരം, എൻ്റെ ഖജനാവ്, അസമ്യഗയശീലൈ ദുർവ്യയശീലരായി, സതതം വ്യയം കുർവദ്ഭി സതതം എപ്പോഴും വ്യയം ചെലവ് കുർവദ്ഭി ചെയ്യുന്നവരായിട്ട്, തൈ ക്ഷയം ഗമിഷ്യതി അവർ നിമിത്തം
ക്ഷയത്തെ പ്രാപിക്കും. ക്ഷയം കിമിഷ്യതി, ക്ഷയത്തെ പ്രാപിക്കും. പാർത്ഥിവ, ആ പാർത്ഥിവ എന്ന് പറഞ്ഞ സുരത മഹാരാജാവിനെയാണ്. സുരത മഹാരാജാവ് ഏതച്ച അന്യൽച്ച, ഇങ്ങനെയും മറ്റും, ഏതച്ച ഇങ്ങനെയും, അന്യച്ച മറ്റും, സതതം ചിന്തയാമാസ, സദാ വിചാരിച്ചു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന, നമ്മൾ വളരെ പ്രയാസപ്പെട്ടായിട്ട് ഉണ്ടാക്കുന്ന ധനങ്ങളൊക്കെ നമ്മളിൽ തന്നെ സ്ഥിരമായി ഇരിക്കുമെന്ന് തീരുമാനിക്കേണ്ട. അത് കാലത്തിൻ്റെ തീരുമാനമനുസരിച്ച്, കാലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച്, കാലത്തിൻ്റെ നീതി അനുസരിച്ച് അത് കൈമാറ്റപ്പെടും. കൈമാറ്റപ്പെടുമ്പോൾ അത് നമ്മുടേതല്ലാതായി മാറും. ഇന്ന് നമ്മുടേതായതൊക്കെ നമ്മുടേതല്ലാതായി മാറും എന്ന ബോധത്തോടെ ആരും ഒന്നും നമ്മുടേതല്ലെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാം ദേവിയുടേതാണ് എന്നറിയുക. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത് കാണാം. നമസ്തേ. ഇത് എല്ലാവരും ഷെയർ ചെയ്യുക. പഴയ ആദ്യത്തെ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് സെർച്ച് ചെയ്യാം, അതിനകത്തുണ്ടാവും. എല്ലാവർക്കും നമസ്തേ.